സാന്ത്വനത്തിൽ ശ്രീകല ദേവമംഗലക്കാർക്ക് ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് ദേവിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ. ആ ഒരാഴ്ച തീരുന്ന ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണിത്. പാണ്ഡ്യൻ സ്റ്റോഴ്സ് 2 സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. പക്ഷെ അതിൽ ചില മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ശ്രീകല കൊടുത്ത ഒരാഴ്ചത്തെ സമയം തീരുകയാണ്. ഇന്നത്തോടുകൂടി ഒരാഴ്ചയായി. അപ്പോൾ ദേവി പതിവ് പോലെ ഊണുമില്ല ഉറക്കമില്ല അതിങ്ങനെ ഇരിക്കുകയാണ്. ഒരാഴ്ച, ഒരേ ഒരാഴ്ച, അതിനുള്ളിൽ നീ ദേവമംഗലത്തേക്ക് പോയിരിക്കും അമ്മയാ പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് വേണമെന്നേ ഈ ശ്രീകലയ്ക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകല ഇടയ്ക്കിടയ്ക്ക് ദേവിക്ക് ഒരു ധൈര്യം കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ദേവി. അങ്ങനെ ആ ലാസ്റ്റ് ദിവസം ഉദയഭാനു ശ്രീകലയോട് പറയാണ്, അല്ല ശ്രീകലെ, ഒരാഴ്ചയ്ക്കുള്ളിൽ അവര് ദേവി മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ നീ എന്തോ ചെയ്യുമെന്നൊക്കെ നീ അന്ന് പറഞ്ഞില്ലേ, നീ എന്താ ചെയ്യാൻ പോകുന്നത്, അല്ല എന്താ നിന്റെ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് ഉദയഭാനു ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഓ മിണ്ടാതിരിക്കും മനുഷ്യ, ദേവി അപ്പുറത്തുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നൊന്നും അവൾ കേൾക്കാൻ പാടില്ല, പിന്നെ അവൾക്ക് ഉള്ള പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉദയഭാനു പറയണം, അല്ല ശ്രീകലെ, എങ്കിലും നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോടെങ്കിലും. അല്ല, ഇന്നത്തോടെ ഒരാഴ്ച തീരുകയാണല്ലോ, ഇതുവരെ ദേവമംഗലംകാരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ഉണ്ടായില്ല, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ ശ്രീകല പറയണം, അതൊക്കെ ഉണ്ട്, ഇന്നും കൂടെ ഞാൻ നോക്കും, ഇന്നും കൂടെ അവര് വരാതെ എൻ്റെ മോളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ അവരനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ശ്രീകല പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പോയി നോക്കുന്നു. ഡോറ് തുറന്ന് നോക്കുമ്പോൾ അതൊരു പോസ്റ്റ്മാൻ ആണ്. രജിസ്റ്റേർഡ് പോസ്റ്റാണ്, ശ്രീദേവിക്കുള്ളതാണ്. ശ്രീദേവി തന്നെ ഒപ്പിട്ട് വാങ്ങണം എന്ന് പറയുന്നതുകൊണ്ട് മോളെ ദേവി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ ശ്രീദേവി ഒന്ന് ഒപ്പിട്ട് സൈൻ ചെയ്ത് വാങ്ങിച്ച ശേഷം പോസ്റ്റ്മാനൊക്കെ പോയ ശേഷം അത് തുറന്നു നോക്കുന്നു. നോട്ടീസ് മുഴുവൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ശ്രീദേവിക്കൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ഡിവോഴ്സ് നോട്ടീസ് ആണെന്നുള്ള കാര്യം മാത്രം വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് ദേവി കാണുകയാണ്. അങ്ങനെ അത് കണ്ട ഉടനെ ദേവി തലയിലൊക്കെ അടിച്ച് അവിടെ തറയിൽ ഇരുന്ന് പൊട്ടി കരയാണ് കേട്ടോ. അങ്ങനെ മോളെ എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്നത്, എന്താ ഈ കത്തില് എന്നൊക്കെ ശ്രീകലയും ഉദയഭാനുവും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദേവി മാറി നിൽക്കാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് പൊട്ടുകയാണ് കേട്ടോ. അയ്യോ ഉദയേട്ടാ, ഇവൾക്ക് ഇത് എന്ത് പറ്റി, എന്തായിരിക്കും എന്നൊക്കെ ശ്രീകല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവി കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയാണ്, അമ്മയല്ലേ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ആനന്ദേട്ടന്റെ വീട്ടുകാരും വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു, വന്നു, ആനന്ദേട്ടൻ അയച്ച നോട്ടീസ് തന്നെയാ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, നോട്ടീസോ, എന്ത് നോട്ടീസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡിവോഴ്സ് നോട്ടീസ് എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ശ്രീകലയും ഉദയഭാനും. അപ്പോൾ ദേവി പറയാണ്, പാടില്ലായിരുന്നു, നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ മിണ്ടാതിരിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു, എല്ലാം കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഡിവോഴ്സ് നോട്ടീസ് വന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദേവി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകലയും ഉദയഭാനും ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാലും ആ ദുഷ്ടൻ പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോ, അവൻ വെറുതെ പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചത്, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഉദയേട്ടാ എന്ന് പറയുമ്പോൾ ശ്രീകല പറയുമ്പോൾ ഉദയഭാനു പറയണ, ശരിയാ ശ്രീകലെ, ഞാനും പ്രതീക്ഷിച്ചില്ല, എന്നാലും ഇത്രയും കാലം അവന്റെ ഭാര്യയായിട്ട് നമ്മുടെ മോൾ ആ വീട്ടിൽ കഴിഞ്ഞതല്ലേ, എന്നിട്ട് ഇത്ര പെട്ടെന്ന് അവന് നമ്മുടെ മോളെ വേണ്ടാതായോ, മനസാക്ഷിയില്ലാത്തവൻ, ആ ബാലൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും, ആ ബാലനും ഗോമതിയോ ആനന്ദിനെ വഷളാക്കുന്നത് എന്നൊക്കെ ഉദയഭാനു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകല ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ. അപ്പൊ ദേവിയെ നോക്കുമ്പോൾ ദേവി റൂമിനകത്ത് ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ശ്രീകല ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട്, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ എന്നും പറഞ്ഞ് ഉദയഭാനുവിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉദയഭാനു ചോദിക്കുകയാണ്, എന്താ ശ്രീകലെ, എങ്ങോട്ടാ, ആ ദേവമംഗലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ നീ? എൻ്റെ ശ്രീകലെ, നമ്മൾ അവിടെ പോയി ബഹളം ഉണ്ടാക്കും തോറും പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, നിനക്കത് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല പറയാണ്, അങ്ങോട്ടൊന്നും അല്ല, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനുവിനെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേവിയോട് പോലും പറയാതെ ഇവർ പോകുന്നു. നേരെ പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഉദയഭാനു ശ്രീകലയോട് ചോദിക്കുകയാണ്, അല്ല ശ്രീകലെ, ഇതെന്താ പോലീസ് സ്റ്റേഷൻ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എടി നിനക്ക് ബുദ്ധിയുണ്ടോ, തെറ്റ് ചെയ്തത് നമ്മളാണ്, പോലീസിൽ പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും കുടുങ്ങുന്നത് എന്ന് പറയുമ്പോൾ ശ്രീകല പറയാണ്, ആര് പറഞ്ഞു, നമ്മൾ കള്ളം പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ദേവമംഗലത്തുകാരൻ നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് കുടുങ്ങും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ആദ്യം പോലീസിൽ പോയി ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നമ്മുടെ ഭാഗത്ത് നിൽക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് തെറ്റാ ചെയ്തത്, നിസ്സാരമായിട്ടുള്ള 4 നുണ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, അതിന് അവര് നമ്മുടെ മോളോട് ചെയ്തത് എന്തൊക്കെയാ, ഇതൊക്കെ പോലീസിൽ പോയി പറഞ്ഞാലേ പോലീസിന് നമ്മുടെ ഭാഗത്തുള്ള ന്യായം മനസ്സിലാവും, അവര് നമുക്ക് വേണ്ടി ദേവമംഗലത്തുകാരോട് സംസാരിക്കും, അതിൽ പേടിച്ച് ദേവമംഗലത്തുകാര് നമ്മുടെ മോളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അതോടുകൂടി ദേവമംഗലത്തുകാർക്ക് നമ്മളോട് ഒരു പേടിയൊക്കെ ഉണ്ടാവും, പിന്നെ നമ്മുടെ മോൾ അവിടെ രാജകുമാരി പോലെ ജീവിക്കും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഉദയഭാനു, ഓ നിന്റെ ബുദ്ധി എന്നാലും സമ്മതിച്ചു ശ്രീകല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയ ഉടനെ അവിടെ
കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാരൊക്കെ പറയാണ്, ആരാ എന്താ നിങ്ങൾ കരയാതെ കാര്യം പറ എന്നൊക്കെ പറയുമ്പോൾ SI കാണണമെന്ന് പറയാണ്. SI ഒരു ലേഡിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് പോയി, മാഡം ഞങ്ങളെ രക്ഷിക്കണം മാഡം, ഞങ്ങൾക്ക് ആരുമില്ല മാഡം, പാവങ്ങളാണ് മാഡം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ SI ചോദിക്കുകയാണ്, നിങ്ങൾ കരയാതെ കാര്യം പറ, സഹായിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ശ്രീകല ഇങ്ങനെ പറയാണ്, ഞങ്ങളുടെ മോളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി മാഡം എന്ന് പറയുമ്പോൾ, ചവിട്ടി പുറത്താക്കിയെന്നോ, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല പറയാണ്, കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മാഡം, ഞങ്ങളുടെ മോള് കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയ ദിവസം മുതൽ അവളോട് സ്ത്രീധനം ചോദിച്ച് അവിടെയുള്ള അമ്മായിയമ്മയും അമ്മായിച്ചനും ഭർത്താവിൻ്റെ അനിയന്മാരുടെ ഭാര്യമാരും എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ മോളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ മോളെ അവർ ഒരുപാട് കഷ്ടപ്പെടുത്തി. കല്യാണത്തിന് തന്നെ അവർ ചോദിച്ച അത്രയും സ്ത്രീധനം കൊടുക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇല്ലാത്ത കാശുണ്ടാക്കി 100 പവൻ്റെ സ്വർണ്ണമാണ് ഞങ്ങൾ ഞങ്ങളുടെ മോൾക്ക് കൊടുത്തത്. എന്നിട്ടും അതും പോരാന്നും പറഞ്ഞ് വീണ്ടും അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ വിറ്റുപെറുക്കി. അവസാനം ഇനി ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഇനി ഞങ്ങളുടെ മോളെ അവർക്ക് വേണ്ടാന്നും പറഞ്ഞ് അവർ ഞങ്ങളുടെ മോളെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു. അവളുടെ അമ്മായിയമ്മ ഗോമതി ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഞങ്ങളുടെ മോളെ അടിക്കും ഉപദ്രവിക്കും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ SI ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. ആഹാ അത്രയൊക്കെ ഉണ്ടായോ, എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ, നിങ്ങൾ ഒരു കംപ്ലൈന്റ് എഴുതി ഒപ്പിട്ടതാ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ ഇതൊന്നും നിങ്ങൾ വന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ മോളാണ് വന്ന് പറയേണ്ടത്. എന്താണ് നടന്നത്, ആരുടെ പേരിലാണ് കേസ്, എല്ലാം നിങ്ങളുടെ മോൾ ഇവിടെ കറക്റ്റായിട്ട് വന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇവരൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ദേവിയോട് പറഞ്ഞാൽ ദേവി സമ്മതിക്കില്ലല്ലോ. അപ്പൊ ശ്രീകല പറയണ, അയ്യോ മാഡം ഞങ്ങളുടെ മോളെ കൊണ്ട് ഇങ്ങോട്ട് വരാനാവില്ല, അവള് പനിച്ചു കിടക്കുകയാണ് മാഡം, ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നതുകൊണ്ട് എൻ്റെ മോള് വല്ലാതെ പേടിച്ചിരിക്കുകയാണ്, പേടിച്ച് അവൾക്ക് പനി പിടിച്ചു, അവള് തീരെ വയ്യാതെ കിടപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ, അത് സാരമില്ല, ഞാനൊരു കോൺസ്റ്റബിളിനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടാം, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ കംപ്ലൈന്റിൽ നിങ്ങളുടെ മോള് സൈൻ ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, ആ ശരി മാഡം എന്നൊക്കെ പറയാണ് ഇവര്. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് ഒക്കെ എഴുതി വാങ്ങുന്നു. അതിനുശേഷം ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ഇവരുടെ വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പൊ അതിനുള്ളിൽ ശ്രീകലയും ഉദയഭാനും ഓടി വീട്ടിലേക്ക് പോയിട്ട് ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ട്രൈ ചെയ്യാണ്. അങ്ങനെ ദേവി കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ദേവിയെ വിളിച്ചെണീപ്പിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ദേവി, അമ്മ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, ആനന്ദ് നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ഒരു നോട്ടീസ് കിട്ടിയതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇല്ലാതാവുന്നില്ല. പക്ഷെ ഈ നോട്ടീസ് കിട്ടിയതിന് നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്യാതിരുന്ന ആനന്ദും ആനന്ദിന്റെ വീട്ടുകാരും നിന്നെ ഒഴിവാക്കാനുള്ള എല്ലാ വഴികളും നോക്കും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. പിന്നെ നിന്റെ ജീവിതവും നശിക്കും, വിദ്യയുടെ ജീവിതവും നശിക്കും. അതുകൊണ്ട് ഈ സമയത്ത് അമ്മ പറയണത് മോള് കേട്ടേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ, അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല പറയാണ്, അമ്മ ഇപ്പൊ മോളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, മോൾ അതിന് സഹകരിക്കണം. ഇപ്പൊ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഇവിടെ വരും, അവരൊരു കംപ്ലൈന്റ് തരുമ്പോൾ മോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കണം, അത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കംപ്ലൈന്റ് ചോദിക്കുകയാണ് ദേവി. അങ്ങനെ ശ്രീകല കംപ്ലൈന്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ ദേവിയോട് പറയുന്നു. അപ്പൊ ദേവി ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. സമ്മതിക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല, സ്ത്രീധനം എന്നുള്ള വാക്കുപോലും അവിടെയുള്ള ആര് പറയുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല, അവരെന്നെ സ്വന്തം മോളെ പോലെയാ നോക്കിയത്, ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിച്ചിട്ടില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകല പറയണം, അയ്യോ അതൊക്കെ എനിക്ക് അറിയാം മോളെ, പക്ഷെ ഇപ്പോ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, അവരെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചില്ലെങ്കിൽ അവര് നിന്നെ തിരിച്ചാ വീട്ടിൽ കേട്ടില്ല, നമ്മൾ കാല് പിടിച്ച് നോക്കിയില്ലേ, മാപ്പ് പറഞ്ഞു നോക്കിയില്ലേ, അവരുടെ മനസ്സലിഞ്ഞോ, ഇല്ലല്ലോ, ഇനിയിപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല മോളെ, ആ പോലീസ് കോൺസ്റ്റബിൾ ഇപ്പൊ വരും, അവരുടെ മുമ്പിൽ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഞാൻ പറയുന്നത് പോലെ കേക്ക് മോളെ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി കാല് പിടിക്കുന്നതുകൊണ്ട് ദേവി അവസാനം ശരിയെന്ന് പറഞ്ഞ് സമ്മതം മൂളുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ അമ്മ കാല് പിടിക്കുന്നത് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് വേറൊരു വഴിയും ഇല്ലല്ലോ, ഇനിയിപ്പോ ഈ ഒരു വഴിയിലൂടെയെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിഞ്ഞാലോ എന്നുള്ള പ്രതീക്ഷയിൽ ദേവി സമ്മതിക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റബിൾ വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ദേവിയോട് ചോദിക്കുമ്പോൾ ദേവി ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ശ്രീകലയെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രീകല ഉണ്ടായെന്ന് പറയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സിഗ്നൽ കാണിക്കുമ്പോൾ ദേവി ശരിയാ എന്നിങ്ങനെ തലയാട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം ആ കംപ്ലൈന്റിൽ ഒപ്പിടാൻ പറയുമ്പോൾ ദേവി അപ്പോഴും ശ്രീകലയെ നോക്കി വേണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ്. ഒപ്പിടടി എന്ന് പറയുന്നതുകൊണ്ട് ദേവി അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. അതോടുകൂടിയിട്ടാണ് ദേവമംഗലംകാരുടെ കഷ്ടകാലം തുടങ്ങുന്നത്. ആനന്ദിനാണെങ്കിൽ ദേവി ഇതുവരെ നുണ പറഞ്ഞതും പറ്റിച്ചതൊക്കെ പിന്നെയും ക്ഷമിക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്ത ഈ കാര്യം ഉണ്ടല്ലോ, ഈ ജന്മത്തെ ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ ആനന്ദ് പറയാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇവര് തമ്മിൽ പിരിയാനുണ്ടാവുന്ന വലിയൊരു കാരണമാണ് ഈ പോലീസ് കംപ്ലൈന്റ്, ഈ ശ്രീകലയുടെ വാക്ക് കേട്ട് ദേവി ചെയ്യുന്ന ഈ ഒരു കാര്യം. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. താങ്ക് യു, ബൈ.